IQ എങ്ങനെയാണ് ഡോക്ടറെ കൂട്ടുന്നത്? അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല ശരിക്കും IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബുദ്ധിവികാസം അളക്കാനുള്ള ഒരു മാർഗമാണ്. മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് IQ കണക്കൂട്ടാനുള്ള ഒരു ഇക്വേഷൻ. ഉദാഹരണത്തിന് 30 വയസ്സുള്ള ഒരാളെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിവികാസവും ഒരു 30 വയസ്സുകാരൻ്റെ തന്നെയാണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 ഈക്വൽ ടു 100. അതായത് അദ്ദേഹത്തിൻ്റെ IQ 100 ആയിരിക്കും. അതായത് ആവറേജ് IQ ഒരു 90-നും 110-നും ഇടയിലാണ്. ഒരു 90 താഴെയുള്ളവരെ നമുക്ക് ബിലോ ആവറേജ് IQ എന്നും ഒരു 110-ന് മുകളിലുള്ളവർക്ക് എബോവ് ആവറേജ് IQ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. IQ ഒരു 140-നൊക്കെ മുകളിലാണെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ ജീനിയസ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഒരു 70-ൻ്റെയൊക്കെ താഴെയാണ് IQ എങ്കിൽ അവരെ നമുക്ക് മെൻ്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് വിളിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ IQ ഫിക്സഡ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാലും എന്തൊക്കെ തെറാപ്പി സെഷനുകൾ അറ്റൻഡ് ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്കുകൾ ഫോളോ ചെയ്താലും ഒന്നും മാറ്റാവുന്ന ഒന്നല്ല IQ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹോർലിക്സോ അല്ലെങ്കിൽ ചവനപ്രാശോ കഴിച്ചോ അല്ലെങ്കിൽ ബ്രെയിൻ പസിൽസ് കളിച്ചോ കൂട്ടിയെടുക്കാവുന്ന ഒന്നല്ല ഒരാളുടെ IQ.